300 മുതൽ 900 വരെയുള്ള മൂന്നക്ക നമ്പറാണ് നമ്മുടെ ലോണുകൾ തീരുമാനിക്കുന്നത്. പറഞ്ഞു വരുന്നത് സിബിൽ സ്കോറിനെ പറ്റിയാണ്. ലോൺ തരുന്ന ആളുകൾ സിബിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി 4 കാറ്റഗറിയായി തിരിക്കുന്നു. ഫസ്റ്റ്, പുവർ കാറ്റഗറി. 300 മുതൽ 549 വരെ ക്രെഡിറ്റ് സ്കോർ ഉള്ളവരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ലോൺ തരുന്ന കമ്പനി ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ റെഡ് ഫ്ലാഗ് ആയിട്ടാണ് കാണുന്നത്. അൺപെയ്ഡ് ലോണുകൾ, ഓവർഡ്യൂ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളവർ, ലോണുകൾ ഫുള്ളായി റീപേ ചെയ്യാൻ പറ്റാത്തവർ എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു. സെക്കൻഡ്, ഫെയർ കാറ്റഗറി. 550 മുതൽ 649 വരെ ഉള്ളവരാണ് ഈ ഒരു കാറ്റഗറിയിൽ. സിബിൽ സ്കോർ ഒത്തിരി കുറവുമല്ല ഒത്തിരി കൂടുതലുമല്ല ഈ ഒരു കാറ്റഗറിയിൽ. ഇവർക്ക് പേഴ്സണൽ ലോൺ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ചില ലോണുകൾ കൊളാട്രൽ അപ്രൂവൽ ആവുകയും ഒപ്പം കൂടുതൽ ഡോക്യുമെന്റേഷനിലും കൂടെ അപ്രൂവ് ആവാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. അടുത്തത് ഗുഡ് കാറ്റഗറിയാണ്. 650 മുതൽ 749 വരെയാണ് ഈ ഒരു കാറ്റഗറി. ഈ കാറ്റഗറിയിലുള്ള ആളുകളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുന്നു. ഓൺ ടൈം പേയ്മെന്റ്, ലോ ക്രെഡിറ്റ് യൂസേജ്, സ്റ്റെബിലിറ്റി ഇൻകം ഉള്ളവർ എല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ്. പേഴ്സണൽ ലോണുകൾ, കാർ ലോണുകൾ, ഹോം ലോണുകൾ ഇവർക്ക് കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് എക്സലന്റ് കാറ്റഗറിയാണ്. ഗുഡ് കാറ്റഗറിയെക്കാട്ടിലും ഒരു പടി മുന്നിലാണ് ഇവർ. ലോൺ തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു VIP ട്രീറ്റിംഗ് ആണ് ഇവർക്ക് കിട്ടുക. ലോൺ ആപ്ലിക്കേഷനുമായി നിങ്ങൾ പോകണ്ട, അവർ ഓഫേഴ്സുമായി നിങ്ങളുടെ പുറകെ വന്നോളും. ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, ഈ ഒരു 4 കാറ്റഗറി ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. ചില ആപ്പുകളിൽ ഒരു നെയിമോ വല്ലതും അഡീഷണൽ ആയിട്ട് കാണും. അത് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ മിഥുൻ. ബൈ.